അതുകൊണ്ടാണ് അല്ല, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഗവർണറുമായി ബന്ധപ്പെട്ട ഈ ചിത്രം ഇത്ര വിവാദമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചർച്ചയ്ക്കൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചൈനയുടെ അതിർത്തി, ഇറാന്റെ ഒരു ഭാഗമൊക്കെയുള്ള ബംഗ്ലാദേശും ഒക്കെ ഉള്ള പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗം ഉള്ള ഈ ഭൂപടമുള്ള ചിത്രം എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം, ആർഷഭാരതം വെറുതെ പറയുന്നതല്ലേ? അതിനകത്ത് ബന്ധമുള്ളത് യാതൊരു ബന്ധവുമില്ല. ഭാരത സംസ്കാരത്തിന്റെ ഒരു സങ്കല്പമാണത്. അങ്ങനെ ഒരു രാജ്യം എങ്ങും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അവിടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാമല്ലോ, ചരിത്രം പഠിക്കുന്നവർ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ചരിത്രം പഠിക്കുന്നവർ നോക്കണം. മുഗൾ സാമ്രാജ്യകാലത്ത്, ചേരവംശത്തിൻ്റെ കാലത്ത്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്ത്, അതിനുമുമ്പ് ഡച്ച് ഭരണത്തിൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഇങ്ങനെ ഇന്ത്യയിൽ ഇത്ര വിശാലമായ ഒരു അതിർത്തിയിൽ ഇന്ത്യ ഉണ്ടായിരുന്നിട്ടില്ല. ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ സീറോ മലബാർ സഭയിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, നസ്രാണി സമൂഹം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പ്രത്യേക സമൂഹം. അപ്പോൾ ആ സമൂഹത്തിലുള്ളവർ ഈ ചിത്രം വളരെ സ്വീകാര്യമാക്കി വെക്കുന്നുണ്ട്. വിശാലമായൊരു ഭൂപടത്തെ അവർ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. അവർ ഹെന്തോയിലെ സഭ എന്നാണ് പ്രത്യേകിച്ച് അവർ പറയുക. ഇന്ത്യൻ സഭ എന്ന് പറയാൻ അവർക്ക് നാണക്കേട് പോലെയാണ് ഹെന്തോയിലെ സഭ. മറ്റൊന്നുണ്ട്, ബംഗാൾ മാതയെ വരച്ച സമയത്ത് ബംഗാൾ ജനതയുടെ പ്രതീകമായി ഒരു ബംഗാൾ മാത ചിത്രം വരയ്ക്കുകയല്ല ചെയ്തത്. ബംഗാൾ ജനതയെ സംരക്ഷിക്കുന്ന ബംഗാളിൻ്റെ അമ്മ എന്നർത്ഥത്തിലാണ് അന്ന് ബംഗാൾ മാത ചിത്രം വരച്ചത്. ഈ ചിത്രത്തിൻ്റെ സത്യത്തിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴും പലരും ബോധപൂർവം മറയ്ക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ദുർഗാദേവിയാണ്. അതിവിടെ ഭൂരിപക്ഷമായ വിഭാഗത്തിന് സ്വീകാര്യമായിരിക്കാം. പക്ഷേ ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ കൂടി ഇത് സ്വീകാര്യമാകണമെന്ന് എങ്ങനെ വാശി വെക്കാൻ പറ്റും? എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രം പുറത്തിറങ്ങട്ടെ. തീർച്ചയായിട്ടും വേണം. എല്ലാവർക്കും സ്വീകാര്യമായ ചിത്രം കൂടിയേ പറ്റൂ. ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന ചിത്രം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള RSSകാർക്കും അറിയാം ഭാരതത്തിൻ്റെയും ഹൈന്ദവരുടെയും അമ്മയായ ദുർഗാദേവിയാണ് എന്നറിയാം. നവരാത്രി പൂജകൾ 9 ദിവസം ഏത് ദേവിക്ക് സമർപ്പിക്കുന്നു? ആ ദേവി മഹിഷാസുരനെ വധിക്കാൻ അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഏത് ദേവിയെ കുറിച്ചാണ്? ആ ദേവി ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന സിംഹത്തിന്റെ പുറത്ത് കയറി വരുന്ന ഈ ദുർഗാദേവിയെ കുറിച്ചല്ലേ? ഈ ദുർഗാദേവി തന്നെയാണ് ഈ ഭാരതാംബ ചിത്രത്തിന്റെ പിന്നിലെന്ന് രഹസ്യമൊന്നുമല്ല, പരസ്യമായ കാര്യമല്ലേ? ജനൻ ടിവിയിലെ സംബന്ധിച്ച് വന്നൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഋഗ്വേദത്തിലും മറ്റു പുരാണങ്ങളൊക്കെ പരാമർശിക്കുന്ന ദുർഗാദേവിയെ തന്നെയാണ് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ അപമാനിക്കാനോ ഭാരതാംബയുടെ സങ്കല്പം, ഞാൻ സങ്കല്പം എന്നല്ല പറയുക, ഞാനൊരു ബിംബം, മാതൃദേവതാ ബിംബം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ അങ്ങനെയാണ് കാണുന്നത്. അത് ബിംബമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് ഒരു മടിയില്ലെന്ന് മാത്രമല്ല, അതിനെ ഞാൻ അങ്ങേറ്റം ആദരിക്കുന്ന ആളാണ്. ദുർഗ, അതായത് നമുക്കറിയാമല്ലോ അവിടുന്ന് ദുർഗയാണ് അമ്മയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ജഗദമ്പയെ പറ്റിയിട്ട് അവിടുന്ന് ദുർഗയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദുർഗ എന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് എങ്ങനെയാണ് ഞങ്ങൾ ദുർഗയെ നമസ്കരിക്കുക, വന്ദേ മാതരം എന്നാണല്ലോ, വന്ദിക്കുന്നു അമ്മയെ ഞങ്ങൾ ഇതാ വന്ദിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഭഗവതി സാക്ഷാൽ ജഗദമ്പ ഋഗ്വേദീയമായ ഏറ്റവും പഴക്കം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജ്ഞാനരാശിയാണ് വേദം. ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ. ദേവി പറയുക എന്താ കാരണം? ഞാൻ ഈ രാജ്യം ഭരിക്കുക, ലോകം ഭരിക്കുന്നു. ആ ബംഗാൾ മാതയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത് മാത എന്നുള്ള പേര് പ്രചരിപ്പിക്കുന്നത്. ആ വന്ദേ മാതരത്തിൽ ദുർഗ, ചന്ദ്രബോസ് എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരതാംബയെ കരുതിയിരുന്നത്. ഭാരത് മാതാ സങ്കല്പം ദേശാഭിമാന ബോധത്തിന്റെ, ദേശസ്നേഹത്തിന്റെ പ്രതീകമാണ്. രാഷ്ട്രത്തെ പരസ്യമായി അവഹേളിക്കുകയാണ്, രാജ്യദ്രോഹ. ഇത് കണ്ടല്ലോ, എന്തിനു വിളിച്ചു വെക്കണം? അവരാരാധിക്കുന്ന ആരാധനാമൂർത്തികളെ കുറിച്ച് ധൈര്യമായിട്ട് പറയണം. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചിത്രമാണ് ഇങ്ങനെ പൊതുസ്ഥലത്ത് വണങ്ങപ്പെടേണ്ടത്. അതിന് നമുക്ക് ഇന്ത്യൻ ഭൂപടമൊക്കെ വരച്ച് ദേശീയ പതാകയുടെ കളറൊക്കെ കൊടുത്ത് മനോഹരമായ ചിത്രം വരപ്പിക്കാമല്ലോ. നസ്രാണി സമൂഹം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആ സമൂഹത്തിലുള്ളവർ ഈ ചിത്രം വളരെ സ്വീകാര്യമാക്കി വെക്കുന്നുണ്ട്. അങ്ങ് ഇറാൻ്റെ അതിർത്തി, ചൈന ഉൾപ്പെടെ, ജപ്പാൻ്റെ ചില ഭാഗങ്ങൾ, ബർമ്മയും ഒക്കെ പാകിസ്ഥാനൊക്കെ ഉൾപ്പെടെ വിശാലമായൊരു ഭൂപടത്തെ അവർ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. അവർ ഹെന്തോയിലെ സഭ എന്നാണ് പ്രത്യേകിച്ച് അവർ പറയുക. ഇന്ത്യൻ സഭ എന്ന് പറയാൻ അവർക്ക് നാണക്കേട് പോലെയാണ്. ഹെന്തോയിലെ സഭ എന്താണ്? ഹെന്തോ എന്ന് ചോദിച്ചാലോ അവർ പറയുന്നത് ഹെന്തോ എന്നതാണ് നമ്മുടെ പുരാതന ഭാരതത്തിൻ്റെ ഒരു വാക്ക്. ഹിന്ദു എന്നതിന് ആകുന്നതിന് തൊട്ട് മുൻപ് ഹെന്തോ എന്നായിരുന്നു, അത് ലോപിച്ചാണ് ഹിന്ദായത്. അതിനിപ്പോൾ എന്താ പ്രത്യേക പ്രാധാന്യം ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഒരു അന്നത്തെ ഹിന്ദു എന്നത് ഒരു വിശാല രാഷ്ട്രസങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞു. ഈ വിശാല രാഷ്ട്രസങ്കല്പം ഹൈന്ദവ ആധ്യാത്മികതയുടെ സങ്കല്പം, അങ്ങനെ ഒരു ആഴ്ച ഉണ്ടായിരുന്നിട്ടില്ല. അവിടെ ആ കാലത്ത് ഇവിടെ ഒരൊറ്റ സഭയെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ലത്തീൻകാരുടെ ശല്യമൊന്നുമില്ല, ഒരു അങ്ങനെയൊക്കെ ഒരു രീതിയിൽ കണ്ടുകൊണ്ടൊക്കെയാണ് പറയണത്. അതുകൊണ്ട് ഇതിന് തനതായ ഒരു പാരമ്പര്യവും പൗരാണികവും ഒരു ആഢ്യത്വമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അന്നത്തെ പശ്ചാത്തലത്തിൽ അമ്പല കമ്മിറ്റി ഭാരവാഹി തന്നെയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹി. അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് അതേ ആനകളൊക്കെ എഴുന്നള്ളിച്ച് പള്ളി പെരുന്നാൾ വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അമ്പലവും പള്ളിയും ഒക്കെ സഹകരിച്ച് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഡയംബർ സിനഡൊക്കെ വരുന്ന നാളുകളിലാണ് ഒരു വിലക്ക് വീണത്. അതിനും ഹൈന്ദവ രീതിയിലുള്ള ഒത്തിരിയേറെ ആചാരങ്ങളും കുടുംബ കെട്ടാനൊക്കെ
അന്നത്തെ നസ്രാണികൾക്ക് വളരെ താല്പര്യമായിരുന്നു, അത് നിർബന്ധമായിരുന്നു. കാരണം ഈ വർണ്ണ വിവേചനം അന്ന് വളരെ രൂക്ഷമായിരുന്നു. ചാതുർവർണ്ണ്യം അന്ന് സമൂഹത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിലുണ്ടായിരുന്നു. കത്തോലിക്ക സഭയ്ക്കുള്ളിലുള്ള ബ്രാഹ്മണന്മാർക്ക് പൂണൂലിടണം, അതിന് കർമ്മങ്ങളുണ്ട്. പൂണൂലിടൽ ചുമ്മാ ഇടുമല്ല, അത് അമ്പലത്തിൽ പോയി കർമ്മങ്ങളുണ്ട്. അതുപോലെ കുടുമി കെട്ടലിന്, കളഭം തീർക്കുന്നതിന്, അതിനൊക്കെ ഒരു കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സഭയ്ക്കുള്ളിൽ നിലകൊള്ളുന്ന സഭയുടെ പ്രധാന ചുമതലപ്പെട്ടവരൊക്കെയും ഇതിനെ ചെയ്തിരുന്നു, ഈ ആഢ്യത്വം കാണിക്കാനായിട്ട്. പിന്നീട് അതിനുവേണ്ടി അമ്പലത്തിൽ ഒരിക്കൽ പോകണമല്ലോ, ഒരിക്കൽ അമ്പലത്തെ കർമ്മങ്ങൾക്ക് പോകണം. അത് സഭ വിശ്വാസത്തിൽ ചില അച്ഛന്മാരൊക്കെ എതിർത്തപ്പോൾ ഒരു മാർപ്പാപ്പയ്ക്ക് എഴുതി, അമ്പലത്തിൽ വെച്ച് ആ കർമ്മങ്ങൾക്ക് പോകുന്നത് ഒഴിവാക്കപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ആ കർമ്മങ്ങളിൽ പള്ളിക്കകത്ത് നടത്തണമെന്ന്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരിക്കലും സ്വീകാര്യമല്ലാത്ത കാര്യമാണ് ഈ കളഭം കൊടുക്കൽ, കുടുമി കെട്ടൽ, ഈ പൂണൂല് കെട്ടൽ കർമ്മം പള്ളിക്കകത്ത് നടത്താൻ. കൂദാസുകൾ പരിക്രമം ചെയ്യുന്ന പള്ളിയിൽ തന്നെ നടത്തിയത്, കുറേ കാലം നടത്തിയത്. അതിൻ്റെ രേഖയുണ്ട്, ആ രേഖ ഞാൻ കാണിക്കാം. 1621 ജനുവരി 31 മാർപ്പാപ്പ നൽകിയ രേഖയാണിത്. കൂടപ്പഴയത്തിൻ്റെ തിരുസഭചരിത്രത്തിലും ഇക്കാര്യം ഉണ്ട്. അത് മാർപ്പാപ്പ അംഗീകരിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ചു. അപ്പോൾ ഇങ്ങനെ ചരിത്രമുള്ള പശ്ചാത്തലം നോക്കുമ്പോഴാണ് ഇവർക്ക് ഈ ഭാരതീയ വികാരം, ഹൈന്ദവ ആധ്യാത്മികതയുടെ വികാരം കൂടുതൽ ആളിക്കത്തിയിട്ട് കുരിശ് കാണുമ്പോൾ ആകെ ഉറഞ്ഞു തുള്ളുക. ആഗോള കത്തോലിക്ക സഭയിലൊക്കെ ഈ ബഹിഷ്കരണ പ്രവർത്തനം നടത്തുന്നതൊക്കെ കുരിശ് പിടിച്ചിട്ടാണ് നടത്തുന്നത്. അതിനൊക്കെ അസാധാരണ ശക്തിയുള്ളതായിട്ട് പറയുന്നുണ്ടത്. ആ കുരിശ് കണ്ടാൽ ഭയപ്പെട്ട് പിന്മാറുന്നൊരു സ്ഥിതി, കുരിശ് കണ്ടാൽ ഉറഞ്ഞു തുള്ളുന്നൊരു സ്ഥിതി ഉള്ള ഒരു വിഭാഗം, അവർ ഈ ഹൈന്ദവ സഭ എന്നും അതാണ് പഴയ പുരാതന സഭ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കത്തോലിക്കരുടെ ലിത്തിൻ ശല്യമൊന്നും ഇല്ലാത്തൊരു കാലത്തെ വലിയ സന്തോഷമയവർക്കുന്നത് ഇപ്പോഴും അവർ. അന്ന് അവർ ഹൈന്ദവ രീതിയിലൊക്കെ മുന്നോട്ട് പോയിരുന്നു. അവർ കുരിശ് കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ കുരിശ് കണ്ടാൽ ഓടുന്ന ചെകുത്താനെ പോലെ ധാരാളം പേര് ഇന്ന് കുരിശല്ലാത്ത ചില കുരിശാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നു. പള്ളികളിലെ കുരിശൊക്കെ തല്ലിപ്പൊട്ടിച്ച്, ചങ്ങനാശ്ശേരി രൂപതയിലും എത്രയോ രൂപതകൾ നടന്ന് ഈ ക്രൂശിത രൂപവും കുരിശൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് മറ്റൊരു സാധനം കുരിശാണെന്ന് പറഞ്ഞാൽ ക്ലാവർ കുരിശോ എന്തൊക്കെയോ പറഞ്ഞ് അത് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ കൈ പിടിച്ച് പിശാചിനെ ബന്ധിക്കുന്ന ഒരു കുരിശൊക്കെ പലരും പ്രചാരത്തിലായതുകൊണ്ട് ഇവർക്ക് അത് കൈ പിടിക്കാൻ പറ്റുന്നതല്ല, അതിനൊരു സ്റ്റാൻഡൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പം എന്താ ഈ വാക്കത്തിയുടെ പിടി പോലെയൊരു സാധനമൊക്കെ ഉണ്ടാക്കി കുരിശ് പോലെയൊരു സാധനം കൈ പിടിക്കാറുണ്ട്. അതിപ്പം ചില അച്ഛന്മാരും അത്രമാരൊക്കെ കൈ പിടിക്കാറുണ്ട്. ഇവരൊക്കെ ഈ ഹൈന്ദവ സഭ എന്നേ പറയുള്ളൂ. അവർ ഈ ഭൂപടം, RSSൻ്റെ ഭാരതാംബചിത്രത്തിലെ ഈ ഭൂപടം ഉണ്ടല്ലോ, ഈ ഭൂപടം അവർക്ക് പറ്റുള്ളൂ. അതൊക്കെ ക്രൈസ്തവ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്, നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല. ഈ ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്ന, പുരാതന പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ അത്ര വിശ്വസനീയമായ രീതിയിലൊന്നുമല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ക്രൈസ്തവ പാരമ്പര്യം ഈ രാജ്യത്ത് വന്നത് 3-4 നൂറ്റാണ്ടുകളാണെന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമല്ല. അത് ഒത്തിരി അച്ഛന്മാർ, നിരവധി സഭാ പണ്ഡിതർ എത്രയോ ലേഖനം എഴുതിയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഇവിടെ അപ്പോസ്തലിക കാലഘട്ടത്തിലൊന്നും സഭ ഇല്ല എന്നുള്ളത് ഒത്തിരി തെളിവുകളുണ്ടെന്നേ. ഇത് പറയുമ്പോൾ ഒരു ക്രൈസ്തവകാരെ ഇളകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ രാജ്യങ്ങളിലാണ്, പാപ്പുവ ന്യൂഗിനിയിൽ ഇന്ത്യയിൽ നിന്ന് പ്രേക്ഷിതർ പോയിട്ടാണ്, മിഷണറി പോയിട്ടാണ് വിശ്വാസം എത്തിച്ചത്. അവരെക്കുറിച്ച് ഈ 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിലോ അല്ല 21-ാം നൂറ്റാണ്ടിലോ ഒക്കെയാണ് ഞങ്ങളുടെ ഇവിടെ ക്രൈസ്തവ സഭ വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നാണം കെട്ടേണ്ട കാര്യം എന്താ, ലജ്ജിക്കേണ്ട കാര്യം എന്താ അവർക്ക്? അതുപോലെ ഇവിടെ 4-ാം നൂറ്റാണ്ടിലാണ് കത്തോലിക്ക സഭ ഇവിടെ ഉണ്ടായതെന്ന് പറയാൻ ലജ്ജിക്കേണ്ട ആവശ്യം എന്താന്നേ? ഇത് മഹാഭാരത കഥ പറയും പോലെ പുരാണം 4000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു പറയുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആഗോള കത്തോലിക്ക സഭ എന്ന കൺസെപ്റ്റ് ഇല്ലാതെ ഞങ്ങളുടെ സഭ, ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ സഭ എന്നൊരു ശ്രേഷ്ഠത മാനിക്കുന്നത് ഇവിടുത്തെ ബ്രാഹ്മണ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് പൂണൂലിൻ്റെ മഹത്വം പറയുന്നത്. ഇവിടെ 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് സഭ ക്രൈസ്തവ വിശ്വാസം ഈ നാട്ടിൽ കാലുകുത്തിയത് എന്നുള്ളതിന് ഒത്തിരി എവിഡൻസ് ഉണ്ടെന്നേ. ചരിത്ര അധ്യാപകർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും വിശ്വാസികൾക്ക്, അച്ഛന്മാർ കന്യാസികൾക്കും വിശ്വാസികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, ഒരു ചരിത്ര അധ്യാപനം അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഈ ക്രൈസ്തവ വിശ്വാസം എന്ന ഈ കാലഘട്ടം, അപ്പസ്തോലിക കാലഘട്ടം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ? 4 വരെയുള്ള നൂറ്റാണ്ടുകൾ ഇന്ത്യൻ ഈ കേരള ചരിത്രത്തിൽ സംഘകാലഘട്ടം എന്ന് പറയുന്നത്, നിങ്ങളല്ലെങ്കിൽ ചരിത്ര അധ്യാപകരോട് ചോദിക്കുക, മലയാള അധ്യാപകരോട് ചോദിക്കുക, സംഘകാലഘട്ടം എന്നാൽ എന്ത്? ഈ സംഘകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ബുദ്ധമതമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിറയെ ബുദ്ധമതമായിരുന്നു. ഹൈന്ദവ മതം ഇല്ലായിരുന്നു ഇവിടെ കാര്യമായിട്ട്. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും ബ്രാഹ്മണർ ഒത്തിരിയേറെ നമ്പൂതിരിമാരും രമണന്മാരും കുടിയേറി. അങ്ങനെ ചെന്തമിഴ് ഭാഷയൊക്കെ വന്ന് മലയാള ഭാഷയിൽ തന്നെ ഈ ചെന്തമിഴ് എന്നൊരു പ്രത്യേക ഭാഷയൊക്കെ വന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവിടുന്ന് കുടിയേറി വന്ന ആ ബ്രാഹ്മണരിലൂടെ ഈ ക്ഷേത്രഭരണങ്ങളൊക്കെയായി ക്ഷേത്രങ്ങൾക്ക് ഒത്തിരി വെച്ച് ഇവിടെ അങ്ങനെ ഹൈന്ദവർ കൂടുതൽ കുടിയേറി വന്നു. അന്ന് വലിയ ചാതുർവർണ്ണ്യം വന്നു. സംഘകാലഘട്ടത്തിൽ ചാതുർവർണ്ണ്യം ഇല്ല. അന്നത്തെ കാലഘട്ടത്തിൽ പറയനൊക്കെ ഉന്നത ജാതിപ്പെട്ടവരാണ്. പറയരൊക്കെ ചാതുർവർണ്ണ്യം വന്നപ്പോൾ അന്നത്തെ ശ്രേഷ്ഠ ജാതിയിൽപ്പെട്ടവർ ചാതുർവർണ്ണ്യ കണക്ക് കൂട്ടലിൽ അവർ അധസ്ഥിതരായി മാറി, എല്ലാം തലതിരിഞ്ഞു വന്നു. അപ്പോൾ ഈ സംഘകാലഘട്ടത്തിൽ ഇവിടെ ബുദ്ധമതമേ ഉള്ളൂ എങ്കിൽ
എങ്ങനെ ബ്രാഹ്മണ കുടുംബങ്ങളെ ചരിത്രം ക്രൈസ്തവ വിശ്വാസത്തിൽ വരും? ആദ്യ ആളുകൾ വിശ്വാസം സ്വീകരിച്ച കുടുംബങ്ങളിൽ ലിസ്റ്റ് ഉണ്ടല്ലോ. ഇവിടെ പാട്ടുകൾ, പഴയ പാട്ടുകളിലുണ്ട്, ചരിത്രത്തിലൊക്കെ ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, ശരിയായിരിക്കാം. അത് ശരിയാണെങ്കിൽ സംഘകാലഘട്ടത്തിലല്ല കാര്യങ്ങൾ, 4-5 നൂറ്റാണ്ടിലാണ് കാര്യം. ഇവിടെ വിശ്വാസം, ആ കുടുംബങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നൊന്ന് വിശ്വസിക്കണം. ഇവിടെ അധസ്ഥിതരെ ഒന്നും അടുപ്പിക്കാത്ത രീതിയിലുള്ള ബ്രാഹ്മണ പാരമ്പര്യം പറയുമ്പോൾ തന്നെ അറിയണം സംഘകാലഘട്ടത്തിന് ശേഷമാണ്. ഈ താമരയൊക്കെ ബുദ്ധമതത്തിൻ്റെ ചിഹ്നമായിരുന്നു. ബുദ്ധമതത്തിൻ്റെ ചിഹ്നമൊക്കെ ഇവരുടെ ആയത് എങ്ങനെയാണ്? ഹൈന്ദവ മതം ഈ ബുദ്ധമതത്തെ വിഴുങ്ങി. അങ്ങനെ ബുദ്ധമതത്തെ വിഴുങ്ങിയിട്ട് ബുദ്ധമതത്തിൻ്റെ പ്രധാന ചിഹ്നം താമരയൊക്കെ ഹൈന്ദവരുടെ പ്രധാനപ്പെട്ടതാക്കി എടുത്തു. അങ്ങനെ പിന്നെ BJP ചിഹ്നമാക്കി എടുത്തത്. താമരയ്ക്ക് അത്ഭുത ശക്തിയുള്ളതിനെക്കുറിച്ചൊക്കെ, അസാധാരണ ദൈവിക ശക്തിയുള്ളതിനെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി തന്നെ ജപ്പാനിൽ പോയി പ്രസംഗിച്ചതാണ്. അപ്പോൾ ബുദ്ധമത കാലഘട്ടത്തിൽ, ചാതുർണ്ണമില്ലാത്ത കാലഘട്ടത്തിൽ ഈ സഭയുടെ വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിൽ ഇന്ന് പറയുന്ന ബ്രാഹ്മണരുടെ ഒന്നും പൈതൃകം പാരമ്പര്യം പറയാൻ പറ്റുകയില്ല. ആ ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പൈതൃകം പറയുന്ന വ്യക്തികളാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന വചനമൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പഴയ പാരമ്പര്യം, പഴയ പൂണൂല് തപ്പിയെടുക്കുന്നവർ. ഇവരാ ഇപ്പോഴും ഹെന്തോയിലെ സഭ എന്നൊക്കെ പറഞ്ഞ് ഇവരെ പഴയ ഹൈന്ദവ സാമ്രാജ്യം. അതിൻ്റെ കാരണം എന്താ? ഹൈന്ദവ ആധ്യാത്മികതയുടെ ദേവീദേവന്മാരുടെ പൂജയാണ് ഇവർ പള്ളിയിൽ നടത്തിക്കൊണ്ടിരുന്നത് അന്ന്. ആ പൂജയുടെ ഫലമായുള്ള ഹൈന്ദവ ആധ്യാത്മികതയുടെ ഉൾക്കൊള്ളലാണ് ഇത് ഹെന്തോയിലെ സഭ, വിശാലമായ അഖണ്ഡ ഭാരത സങ്കല്പം, അഖണ്ഡ ഭാരത സഭ എന്ന. ഭാരത സഭ എന്നേ പല അച്ഛന്മാരും പള്ളിയിൽ പോലും പ്രസംഗിക്കുള്ളൂ. ഇന്ത്യൻ സഭ എന്ന് പറയില്ല. എന്താണ് ഇന്ത്യൻ സഭ എന്ന് പറയാത്ത നാണക്കേട്? കാരണം ഇന്ത്യൻ എന്ന് പറയുമ്പോൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഭാരതം എന്ന് സങ്കല്പിച്ച വിശ്വാസപരമായതൊന്നും അത് കൊണ്ടുവരുന്നില്ല. ഓരോ പദങ്ങളും കൊണ്ടുവരുന്ന ചില ആശയങ്ങളുണ്ട്, അത് ഉയർത്തിക്കൊണ്ടിരുന്നൊരു ആശയങ്ങളുണ്ട്. അതിനകത്ത് ഭാരത പാരമ്പര്യം എന്ന് പറയുമ്പോൾ, ഭാരത സഭ എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന നസ്രാണി സമൂഹത്തിൻ്റെ പഴയ ബ്രാഹ്മണ പാരമ്പര്യം ആഢ്യത്വം പൊങ്ങി വരുള്ളൂ. അതാണ് എൻ്റെ കാര്യം, വിശ്വാസപരമായ കാര്യമൊന്നുമല്ല. ഇപ്പം ദേശാഭിമാനി പത്രം എടുത്താലോ, ചന്ദ്രിക പത്രം എടുത്താലോ, ഇപ്പോൾ ഇൻ്റർനാഷണൽ കളികളെക്കുറിച്ച് കണ്ടാൽ പോലും ഇന്ത്യൻ ടീം വിജയിച്ചു, ഇന്ത്യൻ ടീം കളിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ജന്മഭൂമിയും അതുപോലെ ചില പത്രങ്ങൾ എടുത്താൽ ഭാരത ടീം ഭാരതത്തിന് വേണ്ടി കളിക്കുന്നു, ഭാരതം എന്നേ പറയുള്ളൂ. അപ്പോൾ ഭാരതവും ഇന്ത്യയും തമ്മിൽ വ്യത്യാസം എന്താ? ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന പലരും ഭാരത പൗരനെന്ന് പറയാൻ മടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം അതിന് പിന്നിലുള്ള പശ്ചാത്തലങ്ങൾ കൊണ്ടുവരുന്ന കൺസെപ്റ്റ് വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ പാരമ്പര്യം പറയുന്നത് 4000 വർഷത്തെ. അന്ന് ഇന്ത്യ ഉണ്ടോ? ഈ പ്രദേശം, ഈ ഭൂപ്രദേശം ഉണ്ടെങ്കിലും ഇന്ത്യ ആയതെങ്ങനെയാണ്? തിരുവിതാംകൂർ രാജ്യം, മലബാർ രാജ്യം, മദ്രാസ് രാജ്യം വേറെ, ഇങ്ങനെ നിരവധി നൂറുകണക്കിന് രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങളായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തന്നെയും ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച് ബലമായിട്ട് കീഴ്പ്പെടുത്തിയതും പ്രിവിപ്പേഴ്സ് എന്ന ആനുകൂല്യം കൊടുത്ത് രാജാക്കന്മാർക്ക് വലിയ സമ്പത്ത് കൊടുത്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചും ഒക്കെ എടുത്തതാണ് ഈ രാജ്യം. പ്രത്യേകിച്ച് കാശ്മീർ തന്നെ ഇന്ത്യൻ ഭൂപടത്തിൽ കയറിയത് എന്നാണ്? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കാശ്മീർ ഇന്ത്യയിലല്ല, കാശ്മീർ സ്വതന്ത്ര രാജ്യമാണ്. പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ച് കീഴടക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് സഹായം തേടി ഇന്ത്യയിൽ ലയിച്ചുകൊള്ളാമെന്ന് പ്രത്യേക എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി, പ്രത്യേക പദവി അവർക്ക് കൊടുത്തുകൊണ്ടുള്ള എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി അവർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ കാണുന്നതെങ്കിൽ അതൊന്നും പഴയ ഇന്ത്യയിലില്ല, ഇവർ പറയുന്ന വിശാലമായ ഭാരതത്തിലില്ല. അപ്പോൾ ക്രൈസ്തവരും ഈ നസ്രാണികൾ എന്നൊരു തീവ്രവാദ വിഭാഗം പറയുന്ന വളരെ അധപ്പസ്ഥ രീതിയിൽ ബ്രാഹ്മണ പാരമ്പര്യം പൊന്നോക്ക് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാട്, അഖണ്ഡ ഭാരത കാഴ്ചപ്പാട്, അത് വികലമാണ്. പഴയ നമ്പൂതിരി ബ്രാഹ്മണന്മാരെ കുറിച്ചൊക്കെ നാം വളരെ മോശമായി പറയാറില്ലേ, ഒരു ചീഞ്ഞളിഞ്ഞ വൃത്തികെട്ട ജീവിതമൊക്കെ. അതേ ജീവിത രീതിയായിരുന്നു പഴയ നമ്മുടെ ഈ നസ്രാണികൾക്കും ഉണ്ടായിരുന്നത്. ചാത്തൻ, വടുകൻ, തമരൻ എന്നൊക്കെയായിരുന്നു പേരുകളൊക്കെ. ആരാധനാക്രമം കൊണ്ട് സുറിയാനിക്കാരും ജീവിതം കൊണ്ട് ഹൈന്ദവരുമാണ് ഈ വിഭാഗമെന്ന് പ്രശസ്ത സഭാ പണ്ഡിതന്മാരിനെ വത്തിക്കാനിലേക്ക് അന്ന് റിപ്പോർട്ട് കൊടുത്തതാണ്. ഹൈന്ദവ കുടുംബങ്ങളിലേക്കും പ്രത്യേകിച്ച് നായർ കുടുംബങ്ങളിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ള വിവാഹ ബന്ധങ്ങൾ പതിവായിരുന്നു. ഹൈന്ദവ മതത്തിലെ ഒരു ഉയർന്ന ഉപവിഭാഗം ആയാണ് നസ്രാണികൾ അന്ന് പരിഗണിക്കപ്പെട്ടു പോന്നിരുന്നത്. 1599 ഉദയംപേരൂർ സൂനോദോസ് ഡയംബർ സിനഡ് ലത്തീൻ ഇടപെടൽ മുതലാണ് ഈ വിഭാഗത്തിൽ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ച് ഇപ്പോഴത്തെ നിലയിൽ എത്തിയത്. ലത്തീൻ അധിനിവേശം വഴിയൊക്കെ ഒത്തിരിയേറെ നഷ്ടങ്ങൾ പലതും ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചത് അവിടെയാണ്. ലത്തീൻ അധിനിവേശം ഇല്ലായിരുന്നെങ്കിൽ നമുക്കിന്നും ക്രൈസ്തവരെന്ന് പറയാൻ പറ്റാത്ത, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതി വരുമായിരുന്നു. ഉദയംപേരൂർ സൂനോദോസിൻ്റെ കാനോനകൾ എന്ന പേരിൽ NBS ഇറക്കിയ പുസ്തകത്തിൽ ഇതെല്ലാം വിശദമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഭാരത ചിത്രമൊക്കെ ഇനിയിപ്പോൾ വീടുകളിലും വെക്കും, പള്ളിയിലും വെക്കും. കാരണം അവർക്ക് ഈ വിശാല ഭാരത സങ്കല്പം എന്നുള്ളത് വലിയ കാര്യമാണ്. ക്രൈസ്തവ വിശ്വാസമൊന്നും അല്ല അവർക്ക് വലുത്. ക്രൈസ്തവ വിശ്വാസങ്ങളുപരി വിശാല ഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആധ്യാത്മികത, അതിൻ്റെ പഴയ ബ്രാഹ്മണ പാരമ്പര്യം, പൂർവികരിലുള്ള വരുന്ന സ്വാധീനമൊക്കെ അവരിലുള്ളത് ഈ തിളച്ചു മറിയുന്നതാണ് ഇത്തരം വാക്കുകളിലൊക്കെ മനസ്സിലാക്കാവുന്നത്.
തീവ്രഭക്തിയുള്ള ഹൈന്ദവർ വിശാലമായ അതിർത്തിയിലുള്ള അഖണ്ഡ ഭാരത സങ്കല്പവും അതിൻ്റെ ഭൂപടവും കൊണ്ടു നടക്കുന്നത് രാജ്യസ്നേഹമല്ല, അവരുടെ ജാതിഭ്രാന്താണ്, മതഭ്രാന്താണ്. അതിന് കാരണം ഇന്ത്യൻ അതിർത്തിക്ക് പുറത്താണ് അവരുടെ വേദങ്ങൾ ഉത്ഭവിച്ചത്. അതേ സ്നേഹമാണ് അഖണ്ഡ ഭാരതം എന്ന പേരിൽ വിശാല അതിർത്തി ഉൾപ്പെടുത്തി ഹിന്ദോയിൽ സഭ എന്ന് പറയുന്നതും. അത് ഹൈന്ദവ സ്നേഹത്തിൻ്റെ, ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ബഹിസ്ഫുരണം മാത്രമാണ്. ഹൈന്ദവ വിഷം നമിപ്പിക്കുന്ന ശശികല ടീച്ചറെ ഒന്ന് കേട്ടു നോക്കൂ. എത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ അപ്പോൾ വിശാല ഭൂപടം തള്ളിക്കളയാൻ പറ്റില്ല തീവ്ര ഹിന്ദുക്കൾക്കും തീവ്ര ഹിന്ദു ക്രിസ്ത്യാനികൾക്കും.